റിയാസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താനാണ് ഇതിനകത്ത് എല്ലാത്തിൻ്റെയും ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു പുച്ഛം മറ്റുള്ളവരോടുണ്ട്. പക്ഷേ ഇത് നാദറയ്ക്കില്ല. ഇതാണ് നാദറയുടെ ക്വാളിറ്റി. റിയാസിന് നല്ല അവൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട നല്ല അറിവുണ്ട്. ആ മേഖലയ്ക്ക് വേണ്ടി സംസാരിക്കാനുള്ള നല്ല നോളജുണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം അടച്ചാക്ഷേപിക്കുകയും ബാക്കിയുള്ള ഒന്നിനെയും സ്വീകരിക്കാൻ താല്പര്യമില്ലാതിരിക്കുകയും അവിടെ നമ്മൾ എങ്ങനെ മുന്നോട്ട് വരണമെന്ന ചർച്ചകൾ വെക്കുന്നതിന് പകരം മറ്റുള്ളവരെ ആക്ഷേപിച്ചും മറ്റുള്ളവരെ പരിഹസിച്ചും ഡിമാൻഡ് ചെയ്തും കയറി വരാൻ ശ്രമിക്കുന്നിടത്താണ് പരാജയം. ഇപ്പം ഞാനിപ്പോൾ ലക്ഷ്മി ആദില നൂറ വിഷയം എടുത്താൽ ലക്ഷ്മി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിബേറ്റിംഗ് പോയിന്റ്സ് മാത്രമേ എഴുതിട്ട് കൊടുക്കാവൂ. അല്ലാതെ ഇവരെ നിൻ്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് ലക്ഷ്മി പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ സെക്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് എന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ആണിനെ പെണ്ണിനെ വീട്ടിൽ കയറ്റാൻ പറ്റൂ? ലക്ഷ്മി എങ്ങനെയാണ് ലക്ഷ്മിയുടെ ഒരു ആൺ സുഹൃത്തിനെ വീട്ടിൽ കയറ്റുന്നത്? അയാളുടെ ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുന്നുണ്ടല്ലോ. ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരല്ലേ സമൂഹ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല? രണ്ട് ലെസ്ബിയൻസ് അവർ ഇപ്പം പത്മരാജൻ സാറിൻ്റെ പഴയ ഇണക്കിളികൾ കരയുന്ന പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പടം ദേശാടന കിളികൾ കരയാറില്ലല്ലേ? അതല്ലേ ആ പടം? ഈ ലെസ്ബിയൻസ് ആയിട്ട് വരുന്ന എത്ര കാലഘട്ടത്തിന് മുന്നേ പറഞ്ഞ പടമാണ്. എത്ര കാലഘട്ടത്തിന് മുന്നേ രണ്ട് പെൺകുട്ടികൾ നാട് വിട്ടു പോകുന്നത്. അപ്പോൾ ഇത് പുതിയതാണ്. ഇത് ബിഗ് ബോസിലാണോ ആദ്യമായിട്ട് ഇത് കാണാൻ പോകുന്നത്? അല്ലെങ്കിൽ ആ പത്മരാജനെ പോലെ മലയാളത്തിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സംവിധായകൻ ഇവിടെ വരച്ച് ചേർക്കപ്പെടുത്തേക്കുന്ന ചിത്രം കണ്ട് പിന്നീട് വന്ന സമൂഹം മുഴുവൻ അനുകരിച്ച് വീട്ടിലുള്ള പെൺകുട്ടികളെല്ലാം അങ്ങ് ലെസ്ബിയനായി മാറിയോ? ഇപ്പം ഞാനും റോഹനും കൂടെ ഒരു റൂമിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അങ്ങ് സെക്സ് ചെയ്യുമോ നമുക്ക് തോന്നാതെ? പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ മലയാളം തന്നെ പറഞ്ഞ കാര്യമുണ്ട്. ഞാനും എൻ്റെ ആൺ സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ച് സഹവസിച്ചിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ എന്നെ ചുറ്റുമുള്ളവരെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ചെറുതായിട്ട് മാറിപ്പോയി. അതായത് അപ്പം നമ്മളൊരു ഡിബേറ്റിംഗ് പോയിന്റ് വെക്കണം. അപ്പം ഡിബേറ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലകളിൽ ഒരുപാട് റൂമുകളിൽ ആണും ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പെണ്ണും ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സംശയം ഉണ്ടാവും, ഇവളുമാർ രണ്ടും കൂടെ എന്താണ് ഇതിനകത്ത് പരിപാടി, അല്ലെങ്കിൽ ഇവന്മാർ രണ്ടും കൂടെ എന്താണ് ഇതിനകത്ത് പരിപാടി. അത്തരം സംശയത്തിന് പണ്ടൊരാണും പെണ്ണും കൂടെ ഒരു ലോഡ്ജിൽ റൂം എടുത്തു കഴിഞ്ഞാൽ ആ ലോഡ്ജിൽ താക്കോലെടുത്ത് തരുന്നവൻ്റെ സംശയത്തിൻ്റെ അതേ മുഖത്തോടു കൂടി ഒരാണുമാണ് റൂമിൽ പോകുന്നൊരു സംശയം ഈ ലെസ്ബിയനിസത്തെയും അല്ലെങ്കിൽ ഗേയിസത്തെയും പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ ഉണ്ടാവും. പക്ഷേ അതൊരിക്കലും ആർക്കും അനുകരിക്കാൻ പറ്റില്ലല്ലോ. പത്രത്തിൽ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും പുരുഷനും അല്ലെങ്കിൽ സ്ത്രീയും തമ്മിൽ എല്ലാവരും അങ്ങനെ ഉണ്ടായിക്കോളണമെന്നും നിർബന്ധമില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ കണ്ടതിൻ്റെ പേരിൽ എന്താ ശരിക്കും ഈ 2 ജെൻഡർ എന്നുള്ളതിൻ്റെ ഹാഷ്ടാഗുകൾ ഭയങ്കരമായിട്ട് സംഭവിക്കുന്നുണ്ട്. എന്താ നിലപാട്? ഞാൻ അങ്ങനൊന്നും എനിക്കറിയാം. നമുക്ക് നാളെ എൻ്റെ 2 പെൺമക്കൾ അവരെങ്ങനെ ആയിത്തീരുമെന്ന് എനിക്കെങ്ങനെ അറിയാം? അവർക്ക് നാളെ വന്നിട്ട് നാളെ 2 പെൺകുട്ടികളുടെ അവിടെ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇപ്പം നമ്മൾ സമൂഹത്തിലുള്ള ഓരോ ജീവനുകളെ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അത് വ്യത്യസ്തമല്ലേ, വ്യത്യസ്തപ്പെട്ടേ ഇരിക്കുകയല്ലേ. പിന്നെ നമുക്ക് യോജിക്കാതിരിക്കാം. ഞാൻ പറഞ്ഞത് അത് പക്ഷെ നമ്മൾ ഉള്ളിൽ അംഗീകരിച്ചേ പറ്റൂ. ഏതെങ്കിലും അവസരത്തിൽ കമ്മ്യൂണിറ്റിക്ക് അനുയോജ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അനുയോജ്യമായി സംസാരിക്കുകയോ അവർക്കൊപ്പം നിൽക്കുകയോ അവരുടെ വലിയൊരു ട്രാൻസ് അതെ. അപ്പോൾ അങ്ങനെ സുഹൃത്തു കൂടി ഒരാൾ അവർ കാണിക്കുന്ന തൊഴുമ്പുകൾക്കോ റോട്ടിൽ മറ്റേന്തെങ്കിലും മര്യാദയോട് കാണിച്ചാലോ ന്യായീകരിക്കുക എന്നുള്ളതല്ല. അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അവർക്കും ഇവിടെ ഒരു സ്പേസ് സൊസൈറ്റിയിൽ വേണം, ഞാൻ എല്ലാ കാര്യത്തിലും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ജാതീയമായി താഴ്ന്നവനാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ താന്നവരാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ താന്നവരാണെന്ന് മറ്റൊരുവൻ പറഞ്ഞാൽ അവൻ്റെ മുന്നിൽ നമ്മൾ വളർന്ന് മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ അതേ വാചകം ആവർത്തിക്കുന്നു. നമ്മളെ നോക്കി ഒരുത്തൻ പരിഹസിച്ചോട്ടെ, നമ്മളെ നോക്കി ഒരുത്തൻ കൂക്കി വിളിച്ചോട്ടെ, അവനെ നോക്കി തിരിച്ച് കൂക്കി വിളിക്കാനോ പരിഹസിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. അവരുടെ മുന്നിലൂടെ വളർന്നുകൊണ്ടേയിരിക്കുക. വളരുമ്പോൾ ഈ കൂക്കി വിളികളെല്ലാം കൈയടികളായി മാറും. അത് മാത്രമാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്നാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്. പക്ഷേ അതേസമയം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, മെയ്യഴകൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആനന്ദുവിൻ്റെ റിസപ്ഷന് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പം കൊല്ലത്ത് ബൈപ്പാസ് പണി നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു സൈഡിലൂടെ ഇങ്ങനെ യൂട്ടേൺ അടിച്ച് കയറണം. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ വളച്ചപ്പോൾ ഒരു 2 പട്ടികൾ കുരയോട് കുര എന്നെ നോക്കി അല്ലെങ്കിൽ ബെൻസിനെ നോക്കിയാണ് കുരയ്ക്കുന്നത്. എന്നിട്ട് റിവേഴ്സ് എടുക്കുമ്പം ഫ്രണ്ടിൽ വന്ന് കുര, മുന്നോട്ട് എടുക്കുമ്പോൾ ബാക്കിൽ വന്ന് കുര. അപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, അളിയാ അതൊന്ന് വീഡിയോ എടുത്ത് വെച്ചോ, നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് കമൻറ്റ് ഇടുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അയച്ചു കൊടുക്കാൻ ആ പട്ടി. ഞാൻ പറഞ്ഞത്
ഇത് ബെൻസ് GLS ആണ്, അതിൻ്റെ ഫ്രണ്ടിൽ കയറി ചാവുക എന്നുള്ളതല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ വണ്ടി മുന്നോട്ടെടുത്താൽ, പക്ഷേ അത് പട്ടിക്ക് അത് തിരിച്ചറിയാനുള്ള ശേഷിയില്ല. പട്ടി ഈ വണ്ടിയെ നോക്കി കുറച്ചാൽ ഈ വണ്ടിക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. അപ്പം വണ്ടിയുടെ പാട് നോക്കി പോകും. പട്ടി ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ചാവും, മേ ബി. അല്ലെങ്കിൽ അതിന് അടുത്ത വണ്ടി വരുന്ന നോക്കി അത് വീണ്ടും കുരയ്ക്കും. അടുത്ത വണ്ടി വരാൻ നോക്കിയിരിക്കുക പുള്ളി. ഇതാണ് ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്ന പലരുടെ മാനസികാവസ്ഥ. അവർ വരുന്ന റോഡിലൂടെ പോകുന്ന ഓരോ വണ്ടിയും നോക്കി പട്ടി ഇങ്ങനെ നടന്ന് കുരയ്ക്കുന്നത് കണക്ക് അടുത്തവും വരും. ഇതിനിടയ്ക്ക് ചിലർ ബൈക്കിൽ വരുന്നൊരുത്തരം അബദ്ധം പറ്റും, ഇതിൽ പോയി ചാടും. അപ്പോൾ ഇവൻ്റെ 2 കടി കിട്ടും. അതൊക്കെ ഉള്ളൂ. ഇലക്ഷനിൽ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാൻ പറയുന്നു, അതിൽ ജയപരാജയങ്ങളോട് സംസാരിക്കുന്നു, സിനിമയുടെ ജയപരാജയങ്ങളുടെ പ്രതീക്ഷകൾ അപ്പുറത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഒരൊറ്റ എന്താ പറയുക, മറുവശം ചിന്തിക്കാതെ ഒരു വിജയമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, വളരെ വിജയം നൽകിയത് ബിഗ് ബോസ് ആണ്. പക്ഷേ ഈ ബിഗ് ബോസിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി നിൽക്കുന്നു. ഇപ്പോൾ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പോകാൻ താല്പര്യമില്ല, ബിഗ് ബോസിൽ പോകുന്നത് ലുലുമാള് തുണിപ്പൊക്കി കാണിക്കുന്ന തുല്യാണ്, അതിലും ഭേദം അതാണെന്ന് പറഞ്ഞു അല്ലേ, അതിനുത്തരം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി വിന്നറായി. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് തൻ്റെതല്ലാത്ത സീസൺ അല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടതും ശബ്ദം ഉയർത്തേണ്ട സാഹചര്യം സീസൺ 6 വെച്ചിട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിബിൻ വിഷയത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അണിയറ പ്രവർത്തകർക്കെതിരെ സംസാരിക്കുന്നത് 1-2 വ്യക്തികൾക്കെതിരാണെങ്കിൽ പോലും ആ ഷോയ്ക്ക് ആയിട്ട് ബന്ധപ്പെട്ടും കൂടിയായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. വീണ്ടും അവിടെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലാത്തൊരു സമയത്താണ് തൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ പ്രൊമോഷനായിട്ട് വീണ്ടും അങ്ങോട്ട് വരുന്നത്. ഈ രണ്ടാം വരവിൽ ഉദ്ദേശം എവിടേക്കാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാറ്റം വരുന്നത്? പ്രധാനമായിട്ടും ഞാനിത് പ്രേക്ഷകരോടത്ത് കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞ രീതിയിൽ സംസാരിക്കുക. നിലപാട്, സ്റ്റാൻഡ് എന്നത് എന്താണെന്നും ഒപ്പീനിയൻ, പ്രത്യേകിച്ച് കണ്ടീഷണൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണെന്നും മനസ്സിലാക്കണം. ഇപ്പം സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനത് മുമ്പ് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇസ്രയേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഇസ്രയേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുമ്പം ആ യുദ്ധത്തിൽ ഏത് കണ്ടീഷൻ മാറിയാലും ഞാൻ പാലസ്തീനൊപ്പമാണ്, ഇതാണ് എൻ്റെ സ്റ്റാൻഡ് എന്ന് വെച്ചോളൂ. ഇതാണ് എൻ്റെ സ്റ്റാൻഡെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും അത് മാറത്തില്ല. കാര്യം ഞാൻ പാലസ്തീൻ ജനതയ്ക്കൊപ്പമാണ്. ഇനി പാലസ്തീൻ ജനതയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ പാലസ്തീനി ജനതയ്ക്കൊപ്പമാണ് എന്ന സ്റ്റാൻഡ് ഞാൻ എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവത്തില്ല. അതേസമയം രോഹൻ രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു അഖിലേട്ടാന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ അമ്പലത്തിൽ വരുന്നില്ല. അപ്പം നീ കേട്ടു, നീ തിരിച്ചു പോയി. ഞാൻ കുളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ മാംസം കഴിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല എന്നാണ് ഞാൻ രോഹനോട് പറഞ്ഞത്. രോഹൻ പുറത്തു നിന്ന് ഒരാൾ പറഞ്ഞു, അഖിൽ വന്നില്ലേ? പുള്ളി അമ്പലത്തിൽ വരുന്നില്ലെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിക്കുക. നിങ്ങൾ ഇന്നെന്തിനാ അമ്പലത്തിൽ പോയത്? ഞാൻ കുളിച്ചു, ഇന്ന് അമ്പലത്തിൽ പോകാത്ത കരുതി ഞാൻ അതിന് റെഡിയായി ഞാൻ മാറി. അപ്പം ഇന്നലെ ഞാനത് പറയാനുണ്ടായ കാരണം ഇന്നൊരു കണ്ടീഷൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയും. ആ കണ്ടീഷൻ മാറിയാൽ നമ്മളവിടെ തൃപ്തനാവും. ഇപ്പോൾ വിരാട് കോഹ്ലി ഒരു മത്സരത്തിൽ കളിച്ച് ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യാത്തതിൻ്റെ പേര് പരാജയപ്പെടുത്തി ഞാൻ വിരാട് കോഹ്ലി കുറ്റം പറഞ്ഞു. കുറ്റം പറഞ്ഞത് എന്തിനാ? കുറ്റം പറയുന്നത് അന്നത്തെ ദിവസത്തെ പുള്ളിയുടെ മത്സരം മോശമായത് കൊണ്ടാണ് ഞാൻ ആ കുറ്റം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടുത്തെ എൻ്റെ കണ്ടീഷൻ, എൻ്റെ കാഴ്ച എന്താ? അന്നത്തെ പുള്ളിയുടെ പ്രകടനം മോശം. 50 വാളിൽ നിന്ന് പുള്ളി 45 റണ്ണേ അടിച്ചോളൂ. തൊട്ടടുത്ത കളിയിൽ പുള്ളി 50 വാളിൽ നിന്ന് 90 അടിച്ച് നമ്മളെ ജയിപ്പിച്ചു. ഞാൻ അയാളെ പുകഴ്ത്തി പറയും. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലിയെ കുറ്റം പറഞ്ഞിട്ട് ഇന്ന് പുകഴ്ത്തി പറഞ്ഞെന്ന്.